സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയുടെ എല്ലാ പ്ലാനുകളും ദേവിക നേരിട്ട് തന്നെ വന്ന് പൊളിച്ച് കൈ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇസബല്ലയും നന്ദനും വിചാരിച്ചിരുന്നത് ദേവിക വെറും പാവമാണെന്ന് തന്നെയാണ്. പക്ഷേ ദേവികയുടെ സ്വഭാവമൊക്കെ അമ്പേ മാറി എന്നുള്ള കാര്യം ഇസബല്ലയും നന്ദനും അറിയാൻ പോകുന്നതുള്ളൂ. എന്തായാലും ഗിരീഷിനും ദേവികയും കൂടി പോകുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ കാണാഞ്ഞിട്ട് ഈ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, ദേവിക എവിടെയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി ആദ്യമൊന്നും വലിയ കാര്യമായിട്ട് അതിനെ ഗവനിക്കണില്ല. വീണ്ടും സിദ്ധാർത്ഥൻ ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, പുറത്തേക്ക് പോയി, എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ ചെയ്യണത് എന്താണെന്ന് തനിക്കറിയില്ല, തൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ താൻ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് ഏത് അമ്മയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ, പക്ഷെ അത് മക്കളുടെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണതല്ല, മക്കളെ ആ തെറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ നോക്കണതാ. എനിക്കും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു, അതിനെന്നെ സിദ്ധു കുറ്റപ്പെടുത്തുമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റിയ കാര്യമല്ല. എന്തായാലും ആ ഒരു ഫയലില്ലെങ്കിൽ ദേവികയ്ക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, ഞാനൊന്ന് മോളെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇന്ന് വേറെ മീറ്റിംഗ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മോളിത് എവിടെ പോയതാ? നമ്മളെ ചീഫ് മിനിസ്റ്റർ അവിടെ കാത്തു നിൽക്കുക, എന്നെ ഇപ്പോൾ 1-2 പ്രാവശ്യം മിനിസ്റ്റർ വിളിച്ചിരുന്നു, നമ്മൾ ചെല്ലാത്ത എന്താണെന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല, ഞാനൊരു യാത്രയിലാന്ന് പറയുമ്പോൾ മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണേ? നമ്മളിന്ന് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും അല്ല അച്ഛാ, ഞാൻ ആ ഫയലുമായിട്ട് ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും, ആ ഫയലിന് വേണ്ടി അദ്ദേഹം എന്നെ കാണണമെന്ന് പറയണേ, ഇപ്പം ഞാൻ ആ ഫയൽ വീണ്ടെടുക്കാനുള്ള യാത്രയിലാന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ ആ ഫയൽ എവിടെ നിന്ന് വീണ്ടെടുക്കാനാണ് പോണേന്ന് ചോദിക്കുമ്പം അത് കട്ടെടുത്ത ആളെ എനിക്ക് എവിടെയാണെന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്, ആ ആളിൽ നിന്ന് തന്നെ എനിക്കത് തിരികെ വാങ്ങണമെന്ന് പറയുമ്പോൾ ആര് നന്ദനോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ നന്ദൻ എവിടെയുണ്ടെന്ന് മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദും ഇസബല്ലയും ഒരു ഹോം സ്റ്റേയിലുണ്ട്, ഞങ്ങൾ കൈയോടുകൂടി അവരെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ മോളുടെ കൂടെ വേറെ ആരാ ഉള്ളത്? മുരളിയാണ് വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടൻ ഇന്ന് വന്നിട്ടില്ല, മുരളിയേട്ടന് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് മുരളിയേട്ടൻ ലീവാക്കി, ഇന്നിപ്പോൾ എൻ്റെ കൂടെ വന്നേക്കണേ ഗിരീഷ് ഏട്ടനാന്ന് പറഞ്ഞതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആ ഗിരിയാണോ കൂടെ വന്നേക്കണേ, അപ്പോൾ തന്നെ സമാധാനമായി, എന്തായാലും മോള് പോയിട്ട് വാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഈ സിദ്ധാർത്ഥൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്, ഈ ദേവികയാണെങ്കിൽ നന്ദനെ കൈയോടുകൂടി പിടിക്കാൻ പോയേക്കണേ, നന്ദന എവിടെയുണ്ടെന്ന് ദേവികയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ഭഗവാനെ, എൻ്റെ മക്കളുടെ ജീവിതം തകർന്നല്ലോ, ആ ഋഷി കാരണം ഇതെല്ലാം സംഭവിച്ചത്, അവൻ അന്ന് എന്നോട് വഴക്കിന് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇനി നന്ദന് തിരിച്ചൊരു ജീവിതം കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഇസബല്ലയും നന്ദനും ആണെങ്കിൽ റൂമിലിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇസബല്ലയ്ക്ക് നന്ദൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നന്ദൻ്റെ കൂടെ ഇങ്ങനെ യാത്ര പോകണമെന്നും ഇവിടെ താമസിക്കണമെന്നൊക്കെ, എന്തായാലും ആ ആഗ്രഹം നടന്നു എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ ഇസബല്ലയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, അത് വേറൊന്നും അല്ല നന്ദു, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ പഠിക്കണ കാലം തൊട്ടേ നിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്, അന്നൊന്നും എനിക്കതിന് സാധിച്ചില്ല, ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരം കിട്ടിയെന്ന്. ഇതേസമയം നന്ദൻ ചോദിക്കുന്നുണ്ട്, ബെല്ലയ്ക്ക് ഒരു ടെൻഷനും ഇല്ലേ, ഇങ്ങനെ ആരെയും അറിയിക്കാതെ രഹസ്യമായി വന്ന് താമസിക്കണമായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ നന്ദ ടെൻഷൻ അടിക്കണേ, എന്തായാലും പാപ്പൻ എല്ലാ കാര്യങ്ങളും ഏറ്റിട്ടുണ്ട്, ഇനിയിപ്പോൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ല ബെല്ല, എനിക്ക് ദേവിയുടെ കാര്യം എടുത്തിട്ട് ഭയങ്കര സങ്കടം, ഞാൻ ഇതുവരെയും ദേവിയെ മറച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഇപ്പോൾ എന്തോരം കള്ളത്തരം ഞാൻ ദേവിയോട് പറഞ്ഞേക്കണേ, അതുമാത്രമാണോ ആ ഒരു ഫയൽ ഞാൻ മോഷ്ടിച്ചില്ലേ? എൻ്റെ ഈ സംസാരമൊന്നും ബെല്ലയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് ബെല്ല പറയുന്നുണ്ട്, നീ എപ്പോഴും എന്തിനാ നന്ദ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, നിനക്ക് വേറൊന്നും പറയാനില്ല, എന്നാൽ ഒരു പണി നമുക്ക് ഇപ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോലീസിൽ കീഴടങ്ങാമെന്ന്. അതല്ല ബെല്ല ഞാൻ പറഞ്ഞത്, ദേവിക ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഞാൻ കാരണം ദേവിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, ദേവി എന്നും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ ആ ഫയലിൻ്റെ പേരിൽ ദേവിക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന്. ആ സമയത്താണെങ്കിൽ ഇസബല്ല സ്വയം ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് നന്ദനെ എങ്ങനെയെങ്കിലും ദേവികയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇനി എങ്ങനെ ഇവനെ അവളിൽ നിന്നും അകറ്റുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദനോട് പറയുന്നുണ്ട്.
നിന്നെ ദേവിക അന്വേഷിച്ച് വിഷമിക്കുന്നുണ്ട്. അത് വേറൊന്നിനും അല്ല, ആ ഫയൽ തിരിച്ച് മേടിക്കാൻ വേണ്ടി അവൾ കേസ് കൊടുത്തേക്കുള്ളൂ. അപ്പോൾ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അന്വേഷിച്ച് നടക്കണം. അല്ലാതെ നിന്നോട് അവൾക്ക് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിനക്കെതിരെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം തന്നെ പാപ്പനോട് കംപ്ലയിൻറ്റ് ചെയ്തതുകൊണ്ടല്ലേ നീ ഇവിടെ ഇങ്ങനെ നിൽക്കണേ. വേറെ ഏതെങ്കിലും പോലീസായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കൂലായിരുന്നു. അത് കേട്ടതും ഈ നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ അടയ്ക്കേണ്ട ആളല്ലേ ഞാനല്ലേ തെറ്റ് ചെയ്തത്, ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഇസബല്ലയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമാവുന്നുണ്ടെങ്കിലും നന്ദനോട് ദേഷ്യപ്പെട്ടാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും കെവിനെയാണ്. ശാരിക കെവിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കെവിനാണെങ്കിൽ സ്നേഹം ഒരുപാട് ശാരികയുടെ അടുത്തുള്ളതുപോലെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും ശാരികയ്ക്ക് അറിയാം കെവിൻ പക്ക ഫ്രോഡാന്നുള്ളതും. കെവിനും ഇസബല്ലയും എല്ലാവരും ചേർന്ന് ഈ നന്ദനെ ട്രാപ്പിലാക്കിയാണ് ഫയലൊക്കെ ആയിട്ട് നന്ദനും ഇവിടുന്ന് പോയേക്കണം എന്നുള്ള കാര്യമൊക്കെ ശാരികയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ശാരിക ഈ കെവിനോട് സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ കൂടിയേക്കണം. കെവിനിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കണം എന്നുള്ളൊരു വാശി ശാരികയ്ക്കുണ്ട്. അങ്ങനെ പോണ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, എന്നാൽ കെവിൻ ചേട്ടാ നമ്മളുടെ കല്യാണം എന്ന് ചോദിക്കുമ്പം ശാരികയ്ക്ക് എന്താ വിവാഹം കഴിക്കാൻ ധൃതിയായോ? നേരത്തെ ശാരിക പറഞ്ഞത് കുറച്ച് നാൾ നമുക്ക് പ്രണയിച്ച് നടന്നിട്ട് വിവാഹം കഴിക്കാമെന്നല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല കെവിൻ ചേട്ടാ, ഇപ്പം എനിക്ക് തോന്നണ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വിവാഹം കഴിക്കേണ്ടതാണ്. എന്തായാലും വിവാഹത്തിന് മുമ്പ് ചേച്ചിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, അതിന് ദേവികയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിക്കുമ്പം നന്ദേട്ടനെ 2 ദിവസമായിട്ട് കാണാനില്ല, നന്ദേട്ടനെ എവിടെയാണെന്നും അറിയില്ല. കെവിൻ ചേട്ടന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് കെവിനാണെങ്കിൽ എന്തോ കള്ളത്തരം ശാരിക കണ്ടുപിടിച്ചതുപോലെ ഇരുന്ന് പരുങ്ങുന്നുണ്ട്. അത് ശാരികയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണുണ്ട്. അപ്പോൾ ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, താൻ എത്രയൊക്കെ മറച്ചു ഒടിച്ചാലും ഞാനതെല്ലാം കണ്ടുപിടിക്കും, എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം തന്നോട് എനിക്കുള്ള ഇഷ്ടം എന്താണെന്ന് തുറന്ന് പറയാൻ. തന്നെ ഞാൻ ഒരിക്കലും പ്രണയിക്കണമൊന്നുമില്ല, തന്നെ പോലെയുള്ള ഒരു ഫ്രോഡിനെ പ്രണയിക്കാൻ മാത്രം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. എന്തായാലും എനിക്കെൻ്റെ ചേച്ചിയുടെ ജീവിതം തിരിച്ചു പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണേടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും ഗിരീഷും കൂടി ആ ഹോം സ്റ്റേയിൽ ചെന്നിറങ്ങിയിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് വേഗം തന്നെ റിസപ്ഷനിൽ നിൽക്കുന്ന ആ ഒരാൾ ദേവികയെ കണ്ടിട്ട് വലിയ കാര്യമായിട്ട് തന്നെ ദേവികയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് എന്താ മേഡത്തിന് റൂമിനാണോ, ഏത് റൂമാണ് വേണ്ടത്, എത്ര റൂം വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്ക് റൂമൊന്നും വേണ്ട, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാണ്. ആ സമയത്ത് റിസപ്ഷനിസ്റ്റ് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ ഹസ്ബൻഡിനെ കാണാൻ വന്നതായിരിക്കും, അയാളാണെങ്കിൽ 2 ദിവസമായിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് 5-ാം നമ്പർ റൂം എവിടെയാണെന്ന് ചോദിക്കണു. അന്നേരം റിസപ്ഷനിസ്റ്റ് റൂമിലിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തതും ദേവികയാണെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം ഗിരീഷൻ അയാളോട് ചോദിക്കുന്നുണ്ട്, 5-ാം നമ്പർ റൂമിലുള്ള നന്ദനും ഇസബല്ലയും ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോയോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, അവരവിടെ ഉണ്ട്, ഇപ്പം മുകളിലോട്ട് പോയുള്ളൂ, റൂമിൽ തന്നെ കാണുമെന്ന് പറയുന്നു. അങ്ങനെ ഗിരീഷിനും ദേവികയ്ക്ക് പിന്നാലെ തന്നെ നന്ദൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് റൂമിന് വെളിയിലെത്തിയതും ദേവിക ഗിരീഷിനോട് പറയുന്നുണ്ട്, ഗിരീഷ് ഏട്ടൻ തൽക്കാലം നന്ദുവിനെ വിളിക്ക്, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയണ്ട, ഞാനിവിടെ മാറി നിൽക്കാമെന്ന്. അങ്ങനെ ഗിരീഷ് ഡോറിൽ മുട്ടിയതും നന്ദൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗിരീഷിനെ മുന്നിൽ കണ്ടതും ഗിരീഷ് ഏട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ എന്താ ഇവിടെ, ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതാണ്, എത്ര ദിവസമായി നിന്നെ കാണാതില്ലാതായിട്ട്, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതെനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ വന്നതാ ഗിരീഷ് ഏട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാന്ന് പറയുമ്പോൾ ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കാണോ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വാ നമുക്ക് അവിടെ പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗിരീഷിനെയും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വെപ്രാളപ്പെടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഇസബല്ല ആണെങ്കിൽ ബാത്റൂമിലാണ്. ഇസബല്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഗിരീഷിനെ കാണുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും ഇസബല്ലയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നീ എന്താ നന്ദ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാരാന്നൊക്കെ ചോദിച്ച് ഗിരീഷൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഇസബല്ല നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ നന്ദ, ഇയാളെന്തിനാ നമ്മുടെ റൂമിൽ കയറിയേക്കണേന്ന് ചോദിക്കുമ്പം ഇത് ഗിരീഷേട്ടനാ, ബെല്ലയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം. അന്നേരം ഏത് ഗിരീഷേട്ടനാണെങ്കിലും കുഴപ്പമില്ല, റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ, താനും ഇവിടെ നിന്ന് ഇറങ്ങി പോടുമെന്നും പറഞ്ഞ് ഈ ഇസബല്ലയാണെങ്കിൽ ഗിരീഷിനോട് ദേഷ്യപ്പെടുമ്പം ഗിരീഷൻ പറയുന്നുണ്ട്, നിങ്ങളിത് എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ റൂം എടുത്ത് താമസിക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം, തന്നോട് ഇവിടുന്ന് പോവാനാ പറഞ്ഞതെന്ന് പറയണു. ആ സമയം ദേവിക ഇതെല്ലാം കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. നന്ദനോ ഇസബല്ലയോ ദേവികയെ കാണുന്നില്ല. ദേവിക വേഗം തന്നെ
റൂമിലോട്ട് കയറി വന്നിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ, നിർത്തടി നിൻ്റെ അഭിനയം, നീ ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഞങ്ങളിവിടെ കിടക്കാൻ വന്നതൊന്നുമല്ല, ഞങ്ങൾ പോവാൻ തന്നെയാണ് വന്നത്. അത് മാത്രമല്ല ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകാനും വന്നത്. പിന്നെ എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നന്ദൻ്റെ നേരെ തിരിയുന്നുണ്ട്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട്, താൻ എൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ട് വന്നൊരു ഫയലില്ലേ, അത് തിരികെ വാങ്ങാനാണ് ഞാൻ തന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്നത്. എന്തായാലും ഞാൻ ആ ഫയലുമായിട്ട് ഇവിടുന്ന് മടങ്ങി പോകുള്ളൂ. അത് മാത്രമല്ല ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ താനും ഉണ്ടാകുന്നു. അത് കേട്ടതും നന്ദനാണെങ്കിൽ, ദേവി അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിൽക്കണ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഒരുപാട് വിൽക്കി അഭിനയിക്കുകയൊന്നും വേണ്ട, എന്തായാലും തന്നെ എനിക്ക് കൈയോടെ തന്നെ പിടിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും തന്നെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെല്ലാമെന്ന് അച്ഛനും വാക്ക് കൊടുത്തിട്ടുണ്ട്. താൻ ഈ നിമിഷം എൻ്റെ കൂടെ വീട്ടിലോട്ട് വരണം. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കണേന്ന് ചോദിക്കുമ്പം ഗിരീഷും പറയുന്നുണ്ട്, അത് പിന്നെ ദേവിക അല്ലാണ്ട് ഇസബല്ലയാണോ തീരുമാനിക്കേണ്ടത്, ദേവിക നന്ദൻ്റെ ഭാര്യ, അല്ലാതെ ഇസബല്ലയല്ല. എന്തായാലും ഞാനും ദേവികയും വന്നത് നന്ദനെ കൊണ്ടുപോകാൻ തന്നെയാണ്. ഈ നിമിഷം തന്നെ ഞങ്ങൾ നന്ദനെയും കൊണ്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും, വാ നന്ദാന്നും പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ കൈയിൽ കയറി ഗിരീഷ് പിടിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ ഇസബല്ലയുടെയും കെവിൻ്റെയും ചതി നന്ദനും പ്രഭാവതിക്കും മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഋഷി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഋഷി മരിച്ചു എന്ന് നാടകം നടത്തി ഈ ദേവികയിൽ നിന്നും പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസബല്ലയും കെവിനും നന്ദനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്നുള്ള സത്യങ്ങളെല്ലാം നന്ദനും പ്രഭാവതി മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്.